കേരളമാകെ ഓപ്പറേഷൻ തൂഫാൻ അലയടിക്കുകയാണ്. ഇതിനിടയിൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ പിടിക്കപ്പെടുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ചിലരൊക്കെ ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെയുള്ള ചില രഹസ്യ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇവർ ഈ മയക്കുമരുന്ന് കച്ചവടം മാത്രമല്ല നടത്തുന്നത്, മത തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടിയാണ് എന്നുള്ള സൂചനകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. പക്ഷേ അത് മാധ്യമങ്ങളിലൊന്നും അങ്ങനെ വാർത്തയായില്ല. ആലുവ പ്രദേശത്തെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അറബിയിലും അതുപോലെ പാകിസ്ഥാനി ഉറുദു ഭാഷയിലുമുള്ള ലഘുലേഖകളും മറ്റു കാര്യങ്ങളുമൊക്കെ കണ്ടെടുത്തതായുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത് ആ പ്രദേശവാസികൾ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെയാണ് ഇത് കണ്ടത്. ഇത് കേസാക്കണോ, ഇത് ഏത് നിലവാരത്തിലുള്ള UAPA നിയമമാണോ, അല്ലെങ്കിൽ ഇവർ ഇന്ത്യൻ പൗരന്മാർ തന്നെയാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള പരിശോധനകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. ഈ ഓപ്പറേഷൻ തൂഫാന് ഇടയിലൂടെ ഇത്തരം കാര്യങ്ങൾ പൊങ്ങി വരുന്നു. അതിന് വലിയ പ്രാധാന്യം അന്വേഷണ സംവിധാനങ്ങൾ കൊടുക്കുന്നില്ല എന്നത് അത്ര ശരിയായ നടപടിയല്ല. കാരണം തീവ്രവാദ പ്രവർത്തനവും ഈ മയക്കുമരുന്നും ഇതൊക്കെ തന്നെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യം മയക്കുമരുന്ന് കടത്തിലൂടെയാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്തുന്നത്. അവരുടെ രീതി അതാണ്. അവരങ്ങനെയാണ്, മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയാണ് അവർ ഈ നുഴഞ്ഞുകയറ്റക്കാരായാലും മത തീവ്രവാദ ശക്തികളായാലും ഒക്കെ തന്നെ. അപ്പം ഇവിടെ കേരളത്തിൽ ഇത്തരക്കാർ സംശയാസ്പദമായ രീതിയിൽ പിടിയിലായവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാകിസ്ഥാനി ബംഗ്ലാദേശി ബന്ധങ്ങൾ ഉണ്ടോ? ഈ ലഘുലേഖകളിലൊക്കെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഏത് ഭാഷയിലാണ് ഇവർ എഴുതിയിരിക്കുന്നത്? ഇത് രാജ്യത്തിനെതിരെയുള്ള, ഇന്ത്യ എന്ന രാജ്യത്തിനെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമാണോ? ഈ മയക്കുമരുന്ന് കച്ചവടവുമായി ഇവർ ഇവിടെ നിൽക്കുന്നത് മയക്കുമരുന്ന് കച്ചവടം ഒരു മറയാക്കിയിട്ട് തീവ്രവാദ പ്രവർത്തനത്തിനാണോ? പലരുടെയും ചിലരുടെ വീടുകളുടെ ഔട്ട് ഹൗസിലൊക്കെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മയക്കുമരുന്ന് പിടിക്കാൻ പോയതാണ്. അന്വേഷണ സംഘങ്ങൾ മയക്കുമരുന്ന് പിടിക്കാൻ പോയപ്പോഴാണ് ഇത്തരം കാഴ്ചകൾ കണ്ടത്. 1-2 വീട്ടുകാർ തന്നെ ഇത് പോലീസിലും എക്സൈസിലും ഒക്കെ അറിയിക്കുകയും ചെയ്തു. അവരും സംശയാസ്പദമായ രീതിയിൽ, അതും യാതൊരു വിദ്യാഭ്യാസമോ ശരിക്കും സ്വന്തം പേര് പോലും പറയാൻ അറിയാൻ വയ്യാത്ത ആൾക്കാരുടെ കയ്യിൽ ലാപ്ടോപ്പും സാറ്റലൈറ്റ് ഫോണുണ്ട് എന്ന് കേൾക്കുന്നു. ഉറപ്പില്ല, സ്ഥിരീകരിച്ച റിപ്പോർട്ടല്ല. ലാപ്ടോപ്പും പെൻഡ്രൈവും അങ്ങനെയുള്ള സംവിധാനങ്ങളുമൊക്കെ ഉണ്ട് എന്നുള്ള സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഇത് കൂടുതൽ പരിശോധനകൾ മയക്കുമരുന്നിനോടനുബന്ധിച്ച് തന്നെ ഇത്തരം ഡാൻസ് ഓഫ് സംഘം പരിശോധന നടത്തുന്നു. അതുപോലെ തന്നെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വേണ്ടി വന്നാൽ കേന്ദ്ര സർക്കാരിനെ, കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ ഇതിൻ്റെ ഒപ്പം, കാരണം ഇത് കൂടുതലും അന്യസംസ്ഥാന തൊഴിലാളികളും അങ്ങനെയുള്ള ആളുകളുമൊക്കെയാണ് ഇതിൽ പെടുന്നത്. മലയാളികളായിട്ട് പെടുന്നത് കൂടുതലും സ്ത്രീകളാണ്. അവർക്ക് എന്തായാലും സ്ത്രീകൾക്ക് തീവ്രവാദ ബന്ധം ഒന്നും സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവർക്ക് മയക്കുമരുന്ന് കച്ചവടവും കാരിയർമാരായി നിൽക്കുന്ന കാര്യങ്ങളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കാര്യങ്ങളുമൊക്കെ മലയാളികളായ ആളുകൾ അത്തരത്തിൽ വന്നു പെട്ടിട്ടുള്ളൂ. പക്ഷേ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ പിടികൂടുമ്പോൾ ഇവർക്ക് രാജ്യവ്യാപകമായ തീവ്രവാദ ബന്ധം, അതുപോലെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഇടപാടുകളൊക്കെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. കൂടുതൽ ജാഗ്രതയോടെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം. ഓപ്പറേഷൻ തൂഫാന്റെ കൂടെ ഇത്തരം നടപടികളും തീർച്ചയായിട്ടും നിയന്ത്രിക്കേണ്ടതും തടയേണ്ടതും അത് അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ടതുമാണ്. നീതിബോധം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പാലിക്കണം. ഏതെങ്കിലും വീടുകളിലോ അതുപോലെയുള്ള മേഖലകളിലോ ഇപ്പോൾ പ്രേക്ഷകരാരെങ്കിലും ഇത്തരത്തിൽ സംശയാസ്പദമായി എന്തെങ്കിലും കാണുകയോ മയക്കുമരുന്ന് കച്ചവടം തന്നെ നടത്തുന്നു എന്ന് കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അധികാരികളെ, അന്വേഷണ ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്. ഓപ്പറേഷൻ തൂഫാൻ മാത്രമല്ല, ഈ മത തീവ്രവാദ ഗ്രൂപ്പുകളും കേരളത്തിൽ പലയിടത്തായി സജീവമായി നിൽക്കുന്നു ഈ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ മറവിൽ എന്നുള്ള സംശയം വ്യാപകമായിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് അപകടമാണ്. ഇതിനെ തടയേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നതാണ് കാര്യം.